ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ CIA നമ്മുടെ DYSP സാർ വന്ന് പൊളിച്ചടുക്കി. ലാസ്റ്റ് പെങ്കൊച്ചിനെ കൊണ്ട് വീട്ടിൽ വരോ എന്ന് പറഞ്ഞു. അങ്ങനെ അതേ നമ്മുടെ അലീനയായിട്ട് പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും വിവരങ്ങളെല്ലാം നമ്മുടെ DYSP വിളിച്ച് മകളോട് പറയുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല ജില്ലിയായി നടന്നു കേട്ടോ. ഇതേ സമയത്ത് ആരും അറിയുന്നില്ല അവിടെ ബാലചന്ദ്രൻ്റെ വീട്ടിൽ നാട്ടുകാരുടെ അതിക്രമം. പാവം കൃഷ്ണയാണെങ്കിൽ പേടിച്ചരണ്ട് അതിങ്ങനെ ഒറ്റപ്പെട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. മറ്റവളാണെങ്കിൽ മുറിയിൽ കയറി കഥ കിടച്ചിട്ട് കാമുകനുമായിട്ട് സൊള്ളല. ഇതൊന്നും അവളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ആ സമയം കൃഷ്ണയാണെങ്കിൽ കയ്യും കാലും വിറച്ചങ്ങനെ ഇരിക്കുക. നാട്ടുകാർ ചൂലെടുത്ത് എറിയുന്നു, തെറി വിളിക്കുന്നു, അതുപോലെ കമ്പും കോലും ഒക്കെ എടുത്ത് വീടിന് നേരെ എറിയുന്നു. ഭയങ്കര അതിക്രമമാണ് ശരിക്കും നടക്കണേ. പേടിച്ചരണ്ട് ഇങ്ങനെ അതിങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. ലൈറ്റ് പോലും ഇട്ടിട്ടില്ല പേടിച്ചിട്ട്. അങ്ങനെ ആ മുറിയിൽ ഇരിക്കുന്നു. ആ ഒരു സമയത്താണ് വീട്ടിലേക്ക് വണ്ടി വരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ടെൻഷനായി. ഇനി അടുത്തത് ആരാ വരുന്നത്, അടുത്തത് എന്താ പ്രശ്നത്തിന് വരുന്നതെന്നുള്ള പേടി കൃഷ്ണയാണെങ്കിൽ കയ്യും കാലും വിറച്ചിങ്ങനെ അവിടെ ഇരിക്കുക. നോക്കുമ്പോൾ ഒരു വണ്ടി വരുന്നു. ആരാ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ജനലിലൂടെ ഇങ്ങനെ പതുക്കെ നോക്കാനായിട്ട് കൊച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസ് വണ്ടി കണ്ടപ്പോഴത്തേക്കും അതിനേക്കാളും വലിയ പേടിയായി. ഇനിയിപ്പോൾ എന്നതാണെന്ന് ഓർത്ത് അതിങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ അവിടെ നിൽക്കുക. അപ്പോഴേക്കും അതിൽ നിന്ന് CI ഇറങ്ങി, പിന്നെ SI ഇറങ്ങി, അത് കഴിഞ്ഞപ്പോൾ വനിതാ പോലീസുകാരി ഇറങ്ങി. ഇതെല്ലാം കൃഷ്ണാകത്ത് ഒന്ന് കാണുക. അപ്പോൾ അലീന ചേച്ചി ഇല്ല എന്നുള്ളതാണ് കൊച്ചിൻ്റെ മനസ്സിൽ കിടക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ഇറങ്ങി വന്നു. അപ്പോൾ അലീന ഇറങ്ങി വന്നപ്പോഴത്തേക്കും കൃഷ്ണയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി, ആ ഒരു ടെൻഷൻ വിട്ടാകുന്ന ആ ഒരിത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇവരിങ്ങനെ നോക്കുക, ഇത് എന്നതാ സാറേ കിടക്കുന്നതെന്ന് CIയോട് SI ചോദിക്കുക. അപ്പോൾ അലീന ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ബലാത്സംഗക്കാരൻ്റെ വീടല്ലേ, നാട്ടുകാർ കയറി മേഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയാ ഈ CI. രക്ഷകി നമ്മുടെ അടുത്തല്ലായിരുന്നോ, അപ്പോൾ പിന്നെ നാട്ടുകാരോട് പ്രതിരോധിക്കാനും അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഷോ കാണിച്ച് നിൽക്കാനും ഇവളെ കൊണ്ട് സാധിച്ചില്ലല്ലോ. അത് കാരണം നാട്ടുകാർ കയറി പണിതേച്ചു പോയതാണെന്നൊക്കെ CI അവിടെ നിന്ന് ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കാം. അലീന അന്നേരം ഇങ്ങനെ ഒന്ന് നോക്കി. അയാളെ നോക്കിയപ്പോൾ അയാൾ എന്താണ് നീ നോക്കണേന്ന് ചോദിച്ചു. നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട എന്ന് CI അലീനയോട് പറയുക. എനിക്ക് അങ്ങനത്തെ കരുതലുകളൊന്നുമില്ല സാറേ എന്ന് അലീന ഇയാളോട് പറയുകയും ചെയ്തു. അപ്പോൾ ചെല്ലടി പോടി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് വാതിൽ തുറന്നപ്പോൾ അലീന കയറി ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അലീന വാതിൽ അടയ്ക്കുന്നത് ഇയാളിങ്ങനെ കലിപ്പിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അലീനയെ, ഈ CI. അങ്ങനെ അലീന വാതിലടച്ചു. പോലീസുകാർ എന്നിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു. മോളേന്നും പറഞ്ഞ് അലീനെ വിളിച്ചപ്പോഴത്തേക്കും കൃഷ്ണ ഓടി വന്ന് അലീനെ കെട്ടിപ്പിടിച്ചൊരൊറ്റ കരച്ചിലായിരുന്നു. ചേച്ചിയെന്നും വിളിച്ച്, ഞാൻ പേടിച്ചു പോയി ചേച്ചി, എന്നാ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ചേച്ചി, ഭയങ്കര ബഹളവും ഒച്ചയും തെറിവിളിയൊക്കെ ആയിരുന്നു ചേച്ചി എന്നൊക്കെ പറഞ്ഞു. ബബിത എവിടെയെന്ന് ചോദിച്ചു. ബബിത അവൾ മുറിയിലുണ്ട്. അവളുടെ കാമുകനോട് ഫോണിലൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുക ചേച്ചി. അവൾ എന്നെ ഒന്നും നോക്കിയത് പോലും ഇല്ല ചേച്ചി എന്നൊക്കെ കൃഷ്ണ ഇങ്ങനെ പറയാം കേട്ടോ. എൻ്റെ മോള് വിഷമിക്കണ്ട, ഞാനിങ്ങ് വന്നില്ലേ, ഇനി എൻ്റെ കുഞ്ഞിന് ഞാനല്ലേ ഉള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീന ഇങ്ങനെ കൃഷ്ണയെ സമാധാനിപ്പിക്കുക കേട്ടോ. ചേച്ചീനെ അവർ വല്ലതും ചെയ്തോ ചേച്ചി, ഉപദ്രവിച്ചോ ചേച്ചി എന്നൊക്കെ ചോദിച്ചു. എന്നെ ഉപദ്രവിച്ചൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി പോലീസ് സ്റ്റേഷനിലാണെന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞു ചേച്ചി. എങ്ങനെ അറിഞ്ഞു? അച്ഛനോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ മോളെന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയുടെ ഫോണിലേക്ക് അച്ഛൻ വിളിച്ചിരുന്നു. അതിന് അച്ഛൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ, സുജാത ആൻറ്റിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്, ഗോവർദ്ധനങ്ങളിൻ്റെ. അപ്പോൾ അറിയാതെ ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് അച്ഛനോട് പറയേണ്ടി വന്നു, ഞാൻ അറിയാതെ പറഞ്ഞു പോയി ചേച്ചി എന്ന് പറഞ്ഞു. അച്ഛനാണെങ്കിൽ അവിടെ ആകെ പ്രശ്നമായിരുന്നെന്നാണ് പറഞ്ഞത്. സുലോചന ആൻറ്റി അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളേന്ന് ചോദിച്ചുകൊണ്ട് അലീനയ്ക്ക് ഭയങ്കര ടെൻഷൻ. അലീനയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ അച്ഛൻ്റെ കാര്യം ഓർത്ത് ആദ്യം നീന്തിന്നിങ്ങനെ നിൽക്കുക. ചേച്ചിയോട് പോലീസുകാരെന്തൊക്കെയാണ് ചേച്ചി ചോദിച്ചേ, അവർ ചേച്ചി ഉപദ്രവിച്ചു ചേച്ചി എന്നൊക്കെ കൃഷ്ണ ചോദിച്ചപ്പം എന്നെ ഉപദ്രവിച്ചൊന്നുമില്ല, പക്ഷേ അവരെന്നെ ഒരുപാട് മാനസികമായിട്ട് അവരെന്നെ ബുദ്ധിമുട്ടിപ്പിച്ചു മോളെ എന്ന് പറഞ്ഞു. എന്ത് ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ രോഹിത്തിൻ്റെയും ഹരിയുടെയും പേരിൽ പരാതി കൊടുക്കാനും അവർ തരുന്ന പരാതിയിൽ ഒപ്പിടാനുമാണ് എന്നെ കൊണ്ടുപോയി ഇരുത്തിയതെന്നും ഞാൻ വിസമ്മതിച്ചത് കാരണം എന്നെ ഇത്രയും നേരം അവിടെ പിടിച്ചിരുത്തിയതാണെന്നും, പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല ഒരു സാറ് അവിടെ വന്നു, ഇവരുടെയൊക്കെ മുതിർന്ന ഒരു സാറ് വന്നിട്ട് എന്നെ രക്ഷിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അലീന ഇങ്ങനെ പറയാം. അവർ ചോദ്യങ്ങൾ ചോദിച്ചെന്ന്, എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ച ചേച്ചിയെന്ന് ചോദിച്ചു. അവർ ചോദിച്ച ചോദ്യങ്ങളൊന്നും മോളോട് പറയാൻ എനിക്ക് കൊള്ളത്തില്ല എന്ന് അലീന പറയാം. ചില ചോദ്യങ്ങൾ അവർക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടും ചില ചോദ്യങ്ങൾ അവർക്ക് ചോദിച്ച് രസിക്കാനും ചില ഉത്തരങ്ങൾ കേട്ടവർക്ക് രസിക്കാനുമായിട്ടുള്ള ചോദ്യോത്തരമായിരുന്നു അവിടെയെന്ന് അലീന ഇങ്ങനെ കൊച്ചിനോട് പറയാം കേട്ടോ. അവരെന്നെ ഒരുപാട് മാനസികമായി ടോർച്ചർ ചെയ്തു എന്ന് പറഞ്ഞു. രോഹിത്തേട്ടൻ ചെയ്ത തെറ്റിന് ചേച്ചിയാണല്ലോ ശരിക്കും ശിക്ഷിക്കപ്പെട്ടതെന്ന് പറയുമ്പം
രോഹിത്തിനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല മോളെ എന്ന് പറഞ്ഞു. രോഹിത്തേട്ടൻ്റെ ചേച്ചി കണ്ടോയെന്ന് ചോദിച്ചു. അവിടെ ലോക്കപ്പിൽ കിടപ്പുണ്ടായിരുന്നു. ഭയങ്കര ഭയങ്കര ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് രോഹിത് ഇപ്പോൾ ഉള്ളതെന്ന കാര്യം അലീന ഇങ്ങനെ പറയാം. കിടക്കട്ടെ ചേച്ചി, തെറ്റ് ചെയ്തിട്ടല്ലേ, അല്ലാതെ ചുമ്മാതെ ഒന്നും പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിട്ടൊന്നും അല്ലല്ലോ. ഞാൻ അന്നേ രോഹിത്തിനോട് പറഞ്ഞതാ, ആ ഹരിയുടെ കൂടെ കൂട്ടുകൂടരുത്, അവൻ്റെ കൂടെ കൂട്ടുകൂടിയാൽ ഭാവി നശിക്കുമെന്ന്. അതൊന്നും കേൾക്കാനൊന്നും തയ്യാറായില്ല, ഒന്നും മനസ്സിലാക്കാനുള്ള ബോധവും കാണിച്ചില്ല. ഇപ്പം ദേ ആരുണ്ട് കൂട്ടിന്, അനുഭവിക്കാൻ തന്നെയല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീന ഇങ്ങനെ എന്നിട്ട് രോഹിത്തിനെ പറ്റി ഇങ്ങനെ കൃഷ്ണയോട് പറയുക. ഇനിയിപ്പോൾ എന്നാ ചെയ്യും ചേച്ചിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും അവരെ രക്ഷിച്ചുകൊണ്ട് വരാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള കാര്യവും പറയാം. അങ്ങനെ ഇവർ ആ കാര്യമൊക്കെ സംസാരിച്ചു. മോള് വല്ലതും കഴിച്ചോന്ന് ചോദിച്ചു. ഇല്ല, ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറയുമ്പോൾ മോളെന്നാൽ പോയി ഫ്രഷ് ആയിട്ട് വാ, ചേച്ചി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കാമെന്ന് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട ചേച്ചിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, മോള് കഴിച്ചേ പറ്റുള്ളൂ എന്ന് അലീനെ നിർബന്ധിച്ച് പറയാം. അതിന് ശേഷം കൊച്ചിനെ പറഞ്ഞു വിട്ടു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനെ ഫോൺ എടുത്ത് ബാലനെ വിളിച്ചു. ബാലനെ വിളിച്ചിട്ട് ബാലനോട് സംസാരിക്കുക. ഹലോ അച്ഛാ. അപ്പോൾ സുലോചനയുടെ നമ്പറിലേക്കാണ് വിളിക്കുന്നത്. സുലോചനയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ബാലനുമായിട്ട് സംസാരിക്കുക. ഹലോ അച്ഛാ, മോളെ എന്നും പറഞ്ഞാൽ അച്ഛനും ഭയങ്കര ഇത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇത്, നീ എന്നോടെന്നാലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ അവസ്ഥ ഇന്നതായതുകൊണ്ടാണ് ഞാൻ പറയണ്ടാന്ന് എല്ലാവരോടും പറഞ്ഞത് തുടങ്ങിയ കാര്യമൊക്കെ പറയാം. എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ, അവരെന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന കാര്യം പറഞ്ഞു. ചോദ്യങ്ങൾ ചോദിക്കാനോ? എന്ത് ചോദ്യം അവർ നിന്നോട് ചോദിച്ചതെന്ന് ബാലൻ ചോദിക്കുക. അപ്പോൾ അന്നത്തെ കാര്യങ്ങളെപ്പറ്റിയാണ് ചോദിച്ചതെന്നും അതിനു വേണ്ടി പരാതിയിൽ ഒപ്പിടാനുമാണ് എന്നോട് പറഞ്ഞതെന്ന കാര്യവും അലീന പറഞ്ഞു. പക്ഷെ ഞാൻ ഒപ്പിട്ടില്ല. പക്ഷേ എന്നെ മാനസികമായിട്ട് അവർ ഒരുപാട് ടോർച്ചർ ചെയ്തു. അവരുടെ DYSP സാറാണ് എന്നെ വന്ന് രക്ഷിച്ചതെന്നുള്ള കാര്യം പറയാം. DYSP സാറോ? എങ്ങനെ അദ്ദേഹം വന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല അച്ഛാ, കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അച്ഛൻ ധൈര്യമായിട്ടിരുന്നു, ഇവിടെ കൃഷ്ണമോൾക്കും ഭവതിക്കും കൂട്ട് ഞാനുണ്ട്, അച്ഛൻ ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് അലീനയ്ക്ക് സമാധാനമായതും നമ്മുടെ ബാലന് സമാധാനമായതും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയെ നമ്മുടെ രേവതിക്കുട്ടി വിളിച്ചിട്ട് രേവതിക്കുട്ടി അലീന ചേച്ചി എന്നും പറഞ്ഞു വിളിച്ചു. മോളെ, ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ചേച്ചി വീട്ടിൽ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ആ, ഞാൻ വീട്ടിൽ വന്നു. നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞതെന്ന് അലീന നേരം ചോദിക്കാം. എന്നോട് കൃഷ്ണമോളെ ചേച്ചി പറഞ്ഞതെന്ന് പറഞ്ഞു. കൃഷ്ണയോ? എന്താ നീ ഉദ്ദേശിച്ചേ? എല്ലാം എനിക്കറിയാം ചേച്ചി, എന്നോട് എല്ലാം കൃഷ്ണമോള് പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ മാമച്ചായൻ്റെ റിലേഷനിൽപ്പെട്ട ഒരു ജോബിച്ചൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടേ, ആ ചേട്ടൻ്റെ വൈഫ്, ആ ചേട്ടനും ഇവിടുത്തെ അവരുടെ ആരോ ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരെ പോയി കുറവലങ്ങാട് പോയി കണ്ടു. അവിടുത്തെ ആ ചേച്ചിയുടെ അച്ഛൻ പോലീസിൽ വലിയ DYSP അദ്ദേഹത്തിനോട് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ ആ ചേച്ചിയോടും ജോബിച്ചനോടും ഒക്കെ പോയി സംസാരിച്ചായിരുന്നു. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചിട്ടാണ് ആ ചേച്ചിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളാണോ ആ സാറ് എൻ്റെ അടുത്തേക്ക് വരാൻ കാരണമായതെന്ന് ചോദിക്കാം. അതെ, ഇവിടുന്ന് മാമച്ചായനൊക്കെ ചെന്ന് സംസാരിച്ചത് കൊണ്ടാണ് കാര്യങ്ങളെല്ലാം സെറ്റായതെന്ന കാര്യം രേവതിക്കുട്ടി ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഒരുപാട് സന്തോഷം. എന്നാലും താൻ ഒട്ടും പ്രതീക്ഷിക്കാത്തവർ തനിക്ക് രക്ഷകരായിട്ട് എത്തിയല്ലോ ആ ഒരിതേ. അപ്പോൾ അവർ ചേച്ചിയെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വല്ല ഉപദ്രവിച്ച് ചേച്ചിയെന്ന് ചോദിച്ചപ്പോൾ ശാരീരികമായിട്ട് എന്നെ ഉപദ്രവിച്ചൊന്നുമില്ല, പക്ഷേ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തു മോളെ. ചോദ്യങ്ങൾ കൊണ്ട് ഒരുപാട് ടോർച്ചറിങ് ആയിരുന്നു. ഞാൻ വല്ലാതെ പെട്ടുപോയി, ഞാൻ വലഞ്ഞിരിക്കുകയായിരുന്നു അതിനകത്തുനിന്നൊക്കെയുള്ള കാര്യങ്ങൾ അലീന ഇങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ അലീന ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അതിനുശേഷം പിന്നെ രേവതിക്കുട്ടിയോടും മാമച്ചാന അവരോടെല്ലാവരോടും ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ഇതൊക്കെ കാര്യമൊക്കെ സംസാരിച്ചു. ഫോണങ്ങ് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്കുട്ടി ചെന്ന് അവരോട് വിവരവും പറഞ്ഞു. ദേ ചേച്ചി വീട്ടിലെത്തിയിട്ടുണ്ട്, ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ. അങ്ങനെ അവർ ആ ഒരു സമാധാനത്തിൽ അങ്ങനെ അവിടെ ഇരിക്കുക എറണാകുളത്ത്. അങ്ങനെ എന്തായാലും അതിന് ശേഷം മാമച്ചായനാണെങ്കിൽ അവരെ, അതായത് ആ DYSPയുടെ മകളുടെ വീട്ടുകാരെ വിളിക്കണമല്ലോ, അവരെ വിളിച്ചു. അവരോട് ഒരുപാട് നന്ദിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം സെറ്റായി. ഈ സമയത്ത് അവിടെ നമ്മുടെ വൈജ ചേച്ചി വലിയ അഹങ്കരിച്ച് ഇങ്ങനെ കിടക്കുക. അപ്പോൾ വൈജ ചേച്ചീനെ എല്ലാവർക്കും പുച്ഛം. കാരണം വൈജയുടെ വായിലെ നാക്ക് അത്രയ്ക്ക് നല്ലതായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ബഹുമാനമാണ്, പുച്ഛത്തിൻ്റെ ബഹുമാനം. അങ്ങനെ വൈജ ഇങ്ങനെ ആകെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ കിടക്കുക. അപ്പോഴേക്കും എന്ത് ചെയ്യുക, കൊച്ചിനെ പോലീസ് വെറുതെ വിട്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു സുലോചന അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവളെ വെറുതെ വിട്ടെന്നോ? അതെങ്ങനെയാണ് അവളെ പോലീസ് വെറുതെ വിടുന്നതെന്ന് ചോദിച്ചു. അതേ, ആ കൊച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല. ആ കൊച്ചിനും ആരൊക്കെയോ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ അവൾക്ക് ചോദിക്കാനും പറയാനും ആര് പിഴച്ച് പറ്റി അവളെ ആര് നോക്കാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ അലീനെ പറ്റിയുള്ള ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാം.
ഏതായാലും അവൾ പിഴച്ചു പെറ്റ ഏതോ ഒരു സ്ത്രീ പിഴച്ചു പെറ്റ ഒരു കുട്ടിയായവൾ ജനിച്ചെന്നല്ലേ ഉള്ളൂ. അല്ലാതെ നാട് നീളം നടന്ന പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് പിഴപ്പിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുലോചന അങ്ങനെയും അണ്ണാക്കിൽ പിന്നെയും ബോംബ് വെച്ച് പൊട്ടിച്ചു. അണ്ണാക്കിൽ പിരിവെട്ടി നമ്മുടെ വൈജ ചേച്ചി ഇങ്ങനെ മിണ്ടാട്ടം മുട്ടി അങ്ങനെ കിടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. അങ്ങനെ അലീന തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുതിട്ട്, എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.